ഇത് എങ്ങനെ കാണിച്ചാലും ഇത് വിട്ടു പോരില്ല. ഇവിടെ താറാവും കൂടി സെറ്റ്, താറാവല്ല ഫ്ലൈങ് ഡക്കും. ഇത് നമ്മള് വേറൊരു വീട്ടിൽ വന്നാലേ, ഇവിടെ വരാനായിട്ടൊരു കാരണമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഹായ്. ഇത് എവിടെ, സ്ഥലം എവിടെയാ? ഇത് തൃശ്ശൂര് മാള എന്ന് പറയും, തുമ്പരശ്ശേരിയിലാണ് എന്റെ വീട്. തൃശ്ശൂര് മാളയില് തുമ്പരശ്ശേരിയാണ്. അപ്പൊ സാധാരണ എല്ലാരും വീണ്ടും മുമ്പിലോട്ടാണ് വരുന്നത്, നമ്മള് വീണ്ടും പുറകിലാണ്. ഇത് അടുക്കള അല്ലേ? അടുക്കളയുടെ നേരെ പാടം സെറ്റ് ചെയ്തേക്കണതാണ്. ഇവിടെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാൻ മുമ്പായിട്ട് ഇതെന്താ സംഭവം? ഞാറ്. അതേ പ്ലാസ്റ്റിക് പോലെ ഉണ്ടല്ലേ ഒറിജിനല്. ഇത് എങ്ങനെ കാണിച്ചാലും ഇത് വിട്ടു പോരില്ല. അതിന്റെ പേര് കണക്റ്റഡ് അല്ലേ? വേര് കണക്റ്റഡ്. പുറകില്. അപ്പൊ ഈ ഞാറ് എന്ത് ചെയ്ത്? ഇത് നമ്മ ഇതുപോലെ അടത്തിയെടുക്കാം, 3 എണ്ണം വെച്ച് അടത്തിയെടുക്കാം. എന്നിട്ട് നട്ടു കൊടുത്താൽ മതി. അങ്ങനെ നട്ടു കൊടുത്താണ് ഇതല്ലേ? അപ്പൊ ഇവിടെ എന്തിനാണ് പാട സെറ്റ് ചെയ്യുന്ന അറിയണമെങ്കിൽ നമ്മൾ വേറൊരു സാധനം കാണണമല്ലേ? അതെന്താണ്? നമ്മുടെ അടുക്കള കാണണം. എന്നാ അടുക്കള ഒന്ന് കാണാം. അപ്പൊ അവിടെയാണ് അടുക്കള. നമ്മൾ നേരത്തെ കണ്ടതാണ്, നേരത്തെ ഇതിന്റെ ചെയ്തിട്ടുണ്ട്. ഈ അടുക്കളക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ടല്ലേ? പഴമ നിലനിർത്തിക്കൊണ്ട് ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തേക്കണത്. അതെ അതെ. ഇതിന്റെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ അറിയാം, ആ ഒരു പഴമയിൽ ചെയ്ത അടുക്കളയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഫുള്ളും മറ്റേ ആ ഒരു ടൈപ്പ് അടുപ്പൊക്കെ അല്ലേ? അടുപ്പൊക്കെ തന്നെ. അടുപ്പ് ഇപ്പോഴത്തെ മോഡൽ അടുപ്പ് തന്നെ മണ്ണുകൊണ്ട് ചെയ്തേക്കണം, മണ്ണിന്റെ ടൈലോണ്ട് ചെയ്തേക്കണത്. അങ്ങനെ ചെയ്താണ്. പിന്നെ ഒരുപാട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അരകല്ലൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോ അവിടെ പാടം കാണാം അല്ലേ? കുക്കിംഗ് വീഡിയോസ് ഒക്കെ എല്ലാവരും പാടത്തൊക്കെ പോയി എടുക്കണത്. അപ്പൊ ഒരു പ്രത്യേക ഭംഗിയായിരിക്കുള്ളൂ പാടത്തിന്റെ സീനറി ഒക്കെ ബാക്കിൽ വരുമ്പോ. അപ്പൊ ഇതിപ്പോ നമ്മള് ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാഹചര്യം ഉണ്ടായാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഞാനത് അങ്ങനെ ചെയ്തേക്കണതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തേക്കണത്. ഇവിടെ എന്താ സംഭവം? ഇത് നമ്മ അവിടെ വെള്ളം കണ്ടത്തിലേക്ക് വെള്ളം വിടാനായിട്ട് ചെയ്തേക്കണതാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലോ അത് കാണാനായിട്ട്. ഇത് ഒരു പാലം ചെയ്തേക്കണതാണ്. പാലത്തിന്റെ അടിയിൽ കൂടെ കണ്ടത്തിലേക്ക് വെള്ളം പോണ രീതിയിൽ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് കണ്ടത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കാനും വിശ്രമിക്കാനൊക്കെ ആയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണത്. വൈകിട്ടൊക്കെ അവിടെ വന്ന് ഇരിക്കാൻ പറ്റുമല്ലേ? നല്ല രസമാണ് വൈകിട്ടൊക്കെ ഇവിടെ വന്നിരിക്കാനായിട്ട്. പാടത്തിന്റെ അടുത്ത് തന്നെ ഇരിക്കാൻ പറ്റും, അപ്പുറത്ത് തന്നെ അടുക്കളയല്ലേ? അടിപൊളി. പിന്നെ നമ്മുടെ പാടത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ താറാവും കൂടി സെറ്റ്, താറാവല്ല ഫ്ലൈങ് ഡക്കും വാത്തേനെയൊക്കെ ഇതിനകത്താണ് ആക്കിയേക്കണം, കോഴിയും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ചെടികൾ നശിപ്പിക്കാനോ കണ്ടത്തിലിറങ്ങാനോ ഒന്നും ഇവർക്ക് പറ്റില്ല. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ സെറ്റ് ചെയ്ത് മറ്റേ പട്ടിക്കുട്ടി വരെ കോഴിയാ കിടക്കണം അല്ലേ? അവിടെ എല്ലാം കോഴിയും വാത്തയൊക്കെയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇതല്ലേ നമ്മൾ അന്ന് ചെയ്ത്? ഇത് നമ്മ പ്രജിംബായി വന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞങ്ങക്ക് ഭയങ്കര സെയിലായി, ഓർഡർ കുറെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ രണ്ടാമത് ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കണതാണ് കൊടുക്കാനായിട്ട്. ആവശ്യക്കാർ ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുമല്ലേ? ഇതെങ്ങനെ കൊടുക്കുന്നത്? ഇത് നമ്മ ഇതുപോലെ ഒരു തൈ, ഇതുപോലത്തെ ഒരു തൈ 5 എണ്ണം കൊടുക്കും. ഇതുപോലത്തെ ഇങ്ങനത്തെ 5 എണ്ണം കൊടുക്കുന്നല്ലേ? അപ്പൊ അത് കേരളത്തിൽ എവിടെയായാലും അയച്ചു കൊടുക്കും. അപ്പൊ വാടുവൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല. അത് 3 ദിവസത്തിനുള്ളിൽ നിക്കും. 3 ദിവസം എങ്ങനെയായാലും നിക്കും. അപ്പൊ ഇനി ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഇത് കുത്തി കിളുത്ത് കഴിയുമ്പോ ഇത് ഒടിച്ചൊടിച്ച് നമുക്ക് ഇവിടെ വെച്ച് ഇത് ഈ മുട്ടിൽ വെച്ച് ഒടിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുത്ത് കിളിക്കും. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാകും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കണാണ് ഇവിടെ മൊത്തം. അങ്ങനെ ദേ കിളിപ്പിച്ച് കാണുന്നത്. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഫുള്ള് ഇത് തന്നെയാണ്. കണ്ട കിളുത്ത് നിൽക്കണ മൊത്തം ഇതാണ്. വീടിന്റെ ഒരു വശം മൊത്തം റെഡ് പാടവും മറ്റേ വശം ഗ്രീൻ പാടവും സെറ്റ് ചെയ്ത്. അപ്പൊ ഒരു 3 മാസം കഴിയുമ്പോ ഇവിടെ മൊത്തം ചുമല, അവിടെ മൊത്തം പച്ച കളർ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ വളർന്നു വരും. നല്ല ഹൈറ്റിൽ വരും അല്ലേ? ഇല്ല, ഹൈറ്റ് പോവും. നമ്മ അത് കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ ഹൈറ്റ് കുറവായിട്ട് നിൽക്കും. കട്ട് ചെയ്യണത് പിന്നെ നമുക്ക് കുത്തി വേറെ പിടിപ്പിക്കാൻ പറ്റും. അങ്ങനെ പല ഹൈറ്റിൽ വെച്ചാണ് ഈ കാണുന്നത് മൊത്തം കേട്ടോ. അങ്ങോട്ടൊക്കെ ഫുൾ അങ്ങനെയാണ്. പിന്നെ ദേ ചേച്ചിയുടെ വീടിൻ്റെ മുറ്റമാണ് ഈ കാണുന്നത്. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി. ഇതിപ്പോ ഏകദേശം വർഷങ്ങളായി കേട്ടോ. നമ്മൾ തന്നെ വീഡിയോ ഒരുപാട് നാൾ എടുത്തു അല്ലേ? ഇപ്പോഴും ഇങ്ങനെ ക്ലിയർ ആയിട്ട് കിടക്കുവാണ്. നല്ല ഭംഗിയാണ് അല്ലേ? ഇതൊക്കെ ചെയ്യുന്ന ഒരു ചാനലില്ലേ? ചാനലിന്റെ പേര് പോൺസി കിച്ചൺ എന്നാണ് ചാനലിന്റെ പേര്. പോൺസി കിച്ചൺ എന്ന് പറഞ്ഞ ചേച്ചിക്ക് ഒരു ചാനലുണ്ട്. അതിനകത്ത് ഇങ്ങനെയുള്ള ചെറിയ നുറുങ്ങ് പരിപാടിയൊക്കെ ഗാർഡന്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാറ് നട്ടേന്റെയും അതിന്റെ ഒക്കെ വീഡിയോ വരുന്നുണ്ട്. ഇത് നമ്മള് വേറൊരു വീട്ടിൽ വന്നാലേ? ഇവിടെ വരാനായിട്ടൊരു കാരണമുണ്ട്. അത് നമുക്ക് എന്താന്ന് ചേച്ചിനോട് തന്നെ ചോദിക്കാം. നമ്മുടെ ചാനലിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു പൈസ വെച്ച് ഇവിടെ ഒരു ചേച്ചിയുണ്ട്, വയ്യാത്ത ചേച്ചിയാണ്. ആ ചേച്ചിക്ക് ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ. അപ്പോൾ ചോദിക്കുക, എല്ലാവരും ചോദിക്കും പൈസ ആയിട്ട് കൊടുത്തുകൂടെയെന്ന്. അപ്പോൾ നമ്മൾ ഗാർഡൻ കാര്യങ്ങളാണല്ലോ ചെയ്യണത്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ ചേച്ചിയുടെ മിറ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ ഭംഗിയാക്കി കൊടുക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ കണ്ടത് നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയുമേ ആക്കിയത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പകരം ഞാൻ ചെയ്യണം. നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ഞാനൊരു സഹായം ഒരാൾക്ക് ചെയ്തു കൊടുക്കണം. ഇനി ഇത് കാണുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷം. ഇനി ഇവിടെ വർക്ക് ചെയ്യാനുണ്ടല്ലോ? ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി ഇവിടെ ടൈൽ ഇടാനുണ്ട്.
അപ്പോൾ ടൈലിടാനായിട്ട് റാഫേലേട്ടനാണ് സ്പോൺസർ ചെയ്തേക്കണത്. ആൾക്ക് ഒരു ടൈൽ കമ്പനി ഉണ്ട്, അപ്പോൾ ആൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മെറ്റലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി ടൈലും കൂടി ഇടാനുള്ളൂ, ബാക്കി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഇച്ചിരി ഇതായേക്കണത് കേട്ടോ. കമ്പനി എവിടെ? ഇവിടുന്ന് തൊട്ടരി തന്നെയാണ്, തൊട്ടരി തന്നെ. പേര് ജോഷുവ ടൈൽ ബ്രിക്സ്. നല്ല കാര്യം ചെയ്യാൻ ഇവരുടെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്.